അപ്പോൾ ഓരോ ദിവസവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനിയുള്ള നോമ്പ് എങ്ങനെ നമ്മൾ എടുത്ത് തീർക്കും എന്നുള്ള സംശയം കുറേ പേർക്കുണ്ട്. കുറേ പേര് പറയുന്നുണ്ട് നോമ്പെടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ. അപ്പം അത് നല്ല കൃത്യമായിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ പറ്റാവുന്നതേ ഉള്ളൂ. ഹായ് മക്കളെ, ഞാൻ ഫിദ. ഞാൻ 3rd ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. ഇവിടെ ഡോക്ടർ JP's ക്ലാസ്സസിലെ മെൻറ്ററാണ്. അപ്പോൾ ഇപ്പം നോമ്പൊക്കെ ഏകദേശം കഴിയാനായിട്ട് ഇനി ഒരു 10-12 നോമ്പും കൂടെ ഉണ്ട്. പക്ഷെ നമുക്ക് പഠിക്കാനുണ്ടല്ലോ, നീറ്റ്സിന് പഠിക്കാൻ വളരെ കുറച്ച് ദിവസങ്ങളും കൂടെ ഉള്ളൂ. അപ്പോൾ ഓരോ ദിവസവും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഇനിയുള്ള നോമ്പ് എങ്ങനെ നമ്മൾ എടുത്ത് തീർക്കും എന്നുള്ള സംശയം കുറേ പേർക്കുണ്ട്. കുറേ പേര് പറയുന്നുണ്ട് നോമ്പെടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ. അപ്പം അത് നല്ല കൃത്യമായിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്താൽ പറ്റാവുന്നതേ ഉള്ളൂ. കുറേ പേര് ഭയങ്കര വീക്കാണ്, എന്ന് വെച്ചാൽ ഫിസിക്കലി ഭയങ്കര വീക്കാവും നോമ്പെടുക്കുമ്പം. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഭയങ്കരമായിട്ട് കൈവിറയും, പിന്നെ ഭയങ്കര കോൺസെൻട്രേഷൻ കിട്ടില്ല പഠിക്കുമ്പം. പക്ഷേ ചില ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ നോമ്പ് ഭയങ്കര സുഖമായി കാണുന്ന കുറേ ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ ഈ സമയം കുറേ ലാഭിക്കാം, ഭക്ഷണത്തിനെടുക്കുന്ന സമയമൊക്കെ ഇല്ലേ അത് കുറേ ലാഭിക്കാം എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ മെൻ്റലി ശരിക്കും നമുക്ക് ഭയങ്കര ഒരു സുഖം കിട്ടും നോമ്പെടുക്കുമ്പം. അപ്പം പഠിക്കാൻ കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കിട്ടുവാണ് അങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പക്ഷേ ആ രണ്ടാമത് പറഞ്ഞത് എനിക്കും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. പക്ഷേ എന്ന് വെച്ചാൽ ഈ നോമ്പെടുക്കുമ്പം കൂടുതൽ ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഒക്കെ നമുക്ക് കൂടുതൽ എക്സാമിന് കോൺഫിഡൻസ് കിട്ടും, അങ്ങനെയൊക്കെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ, ഫിസിക്കലി പറ്റുന്നില്ല പഠിക്കാൻ. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്, എങ്ങനെ പഠിക്കും നോമ്പ് കാലത്ത്. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നോമ്പ് തുറന്ന പാട് തന്നെ കുറേ ഫുഡ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. ഈ വീട്ടിൽ വെക്കുന്ന എല്ലാ സാധനവും കുറേ എമൗണ്ടിൽ അങ്ങോട്ട് കഴിച്ച് തീർക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ നമ്മളെ ബോഡിയിൽ ആദ്യം തന്നെ നമ്മൾ ഇൻറ്റസ്റ്റൈൻ രാവിലെ മുതൽ തീരെ പണിയെടുക്കാണ്ട് നിൽക്കുക, റെസ്റ്റായി നിൽക്കുകയാണ്. അപ്പം നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് പെട്ടെന്ന് കുറേ ഫുഡ് അങ്ങോട്ട് എടുക്കുമ്പം നമ്മൾ ഇൻറ്റസ്റ്റൈൻ അത് താങ്ങാൻ പറ്റില്ല, കുറേ വർക്കാവും. അപ്പം നമ്മൾ എന്താവും, നമ്മുടെ എനർജി മൊത്തം അവിടെ ലൂസാവും. അപ്പം നമുക്ക് പഠിക്കാൻ ബാക്കി എനർജി ഉണ്ടാവില്ല, അങ്ങനത്തെ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നോമ്പ് തുറക്കുമ്പം ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കണം. അത് സാധാരണ മനുഷ്യന്മാർക്കല്ല, ഈ പഠിക്കുന്ന ആൾക്കാർ പ്രത്യേകം അത് കെയർ ആയിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. അപ്പം നിങ്ങൾ നോമ്പ് തുറക്കുന്ന സമയത്ത് കൂടുതൽ ഫ്രൂട്ട്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കുക. പിന്നെ കഴിക്കുന്ന സാധനമൊക്കെ ഓരോരോ മണിക്കൂർ വെച്ച് ഇങ്ങനെ വീതിച്ച് കഴിക്കുക, അല്ലാതെ ഇങ്ങനെ ഒറ്റയടിക്ക് കഴിക്കാതെ. നിങ്ങൾക്കിപ്പം കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ കുറച്ച് 1 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിക്കുക. അങ്ങനെ ആയി കഴിച്ചാൽ നമ്മളെ ബോഡിക്ക് അത് അഡാപ്റ്റായി വരണ്ടേ. ഒരു ദിവസം റെസ്റ്റ് എടുത്തതല്ലേ മൊത്തം രാവിലെ. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ വേറെ കാര്യം എന്താണെന്ന് വെച്ചാൽ 2 മെത്തേഡ് ഉണ്ട്. അതായത് ചില ആൾക്കാർ അത്താഴം വരെ, അത്താഴം നമ്മൾ രാവിലെ എണീക്കില്ലേ, ആ സമയം വരെ ഇരുന്ന് പഠിക്കും. അത് ഒരു മെത്തേഡ്, ഒരു കൂട്ടം ആൾക്കാർ ചെയ്യുന്നതാണ്. പക്ഷെ എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. കാരണം നമ്മൾ ഈ രാത്രി ഉറക്കം വരുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാനൊക്കെ വേഗം ഉറങ്ങുന്ന ആളാണ്, അപ്പം എനിക്കൊന്നും ഇങ്ങനെ പറ്റൂല. ഞാനൊക്കെ അത്താഴത്തിന് എണീറ്റ് തുടങ്ങിയാലാണ് പഠിക്കാൻ തുടങ്ങുക. അപ്പം ഈ അത്താഴത്തിന് എണീറ്റ് തുടങ്ങി ഫുഡ് കഴിച്ചാൽ നമുക്ക് ഭയങ്കര എനർജി ആയിരിക്കില്ല. ആ സമയം മാക്സിമം പഠിക്കാൻ നോക്കും. എന്നിട്ട് കുറച്ചൊരു പവർ നാപ്പുകളൊക്കെ എടുക്കും. ഇടയ്ക്ക് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ആയിട്ട് ഒരു ഉച്ച വരെ പവർ നാപ്പ് എടുക്കും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പം നിങ്ങൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ നീറ്റ് അടുക്കുമല്ലേ, അപ്പം ഞാൻ ഓൾറെഡി സ്റ്റഡി പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് ചെയ്യണം 2 മണി തൊട്ട് 5 മണി വരെ. അപ്പം ഈ 2 മണി തൊട്ട് 5 മണി വരെ ഒരിക്കലും ഉറങ്ങരുത്. ആ സമയത്തേക്ക് നമ്മൾ എനർജി നമ്മൾ ബാക്കി വെക്കണം. അപ്പം ഈ അത്താഴം കഴിഞ്ഞ പാട് നന്നായി പഠിക്കാം. ഈ രാവിലെ പഠിക്കുന്ന ആൾക്കാരെ പറ്റിയാട്ടോ ഞാൻ പറയുന്നത്. അത്താഴം കഴിഞ്ഞ പാട് നന്നായി പഠിക്കാം. അതിനുശേഷം മെല്ലെ ഒരു നാപ്പൊക്കെ എടുത്ത് കുറച്ച് എനർജി ഓവറായിട്ട് യൂസ് ചെയ്യാതെ പഠിച്ചാൽ മതി, ഒരു 2 മണി ആ സമയം വരെ. പിന്നെ നല്ലൊരു എനർജറ്റിക് ആയിട്ട് നമ്മൾ എക്സാം എഴുതിയിട്ട് അതിനുശേഷം 5 മണിക്ക് ശേഷം നന്നായിട്ട് എക്സാമിൻ്റെ തെറ്റിപ്പോയതൊക്കെ വർക്കൗട്ട് ചെയ്യാം. അപ്പോഴേക്കും പിന്നെ നോമ്പ് തുറക്കേണ്ട സമയമാവും. പിന്നെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റ് ഒന്നും പഠിക്കരുത്. നമുക്ക് കുറച്ച് കൂളായിട്ട് നോമ്പ് തുറന്ന പാട് ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര എനർജി പോകും. നമ്മളിപ്പോൾ ആലോചിക്കുമ്പം, ഇപ്പം നോമ്പെടുത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുക ആ സമയത്ത് നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പഠിക്കാം അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ എല്ലാവരും ബെഡിൻ്റെ മുകളിൽ പോയി വീഴാറാണ്. അപ്പം ഉറക്കം ഉണ്ടാവും നിങ്ങൾക്ക്. അപ്പം ആ സമയത്ത് കുറച്ച് ഈസി ആയിട്ടുള്ളോ അല്ലെങ്കിൽ ചെറിയ മീഡിയം ലെവലിലുള്ള സബ്ജക്റ്റുകളൊക്കെ ഇല്ലേ, അങ്ങനത്തെ ചാപ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ റിവൈസ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആ സമയത്ത് പഠിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അത്താഴം വരെ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരെ പറ്റി, അവർക്ക് രാത്രി ഉറക്കമൊന്നും ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ അത്താഴം വരെ ഇരുന്ന് പഠിക്കുക. അത്താഴം വരെ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുക.
ആ ടൈം ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് ഉറങ്ങൊന്നും വേണ്ട. കാരണം ആ ടൈമാണ് നിങ്ങൾക്ക് ആകെ ഫുഡ് കഴിക്കാൻ പറ്റുന്ന സമയം. അപ്പം ആ സമയം നോമ്പ് തുറന്നു കഴിഞ്ഞ് ആ സമയം വരെ ഒരു ടൈം ആക്കി വെക്കുക. നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യുക നിങ്ങളുടെ സബ്ജക്ട്സ് ഏകദേശം എത്ര വരെ പഠിക്കണം എന്നൊക്കെയുള്ള സ്പ്ലിറ്റ് ചെയ്യുക. എന്നിട്ട് അത്താഴം കഴിഞ്ഞപാട് ഉറങ്ങാൻ ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എനർജി ബാക്കി ഉണ്ടെങ്കിൽ അത് ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്യും. ബാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ അത്താഴം കഴിഞ്ഞ് ഒരു മണിക്കൂറോ അങ്ങനെ എന്തെങ്കിലും പഠിക്കുക. കാരണം ആ സമയം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയം. അപ്പോൾ നമുക്ക് എന്തായാലും കുറച്ചെങ്കിലും ഒരു ഊർജ്ജം എവിടെന്നെങ്കിലും ഒക്കെ ഉണ്ടാവും. ആ സമയം കുറച്ച് പഠിച്ച് പിന്നെ ഉറങ്ങുക. പിന്നെ പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത് എല്ലാവരോടും കൂടിയാണ്, അത്താഴം ഒരിക്കലും മുടക്കരുത്. കുറേ പിള്ളേർ അത്താഴം കഴിക്കാതെ നോമ്പെടുക്കും. അതിന് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആകെ ഫുഡ് കഴിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നോമ്പ് തുറക്കുന്ന സമയം പിന്നെ അത്താഴത്തിനുമാണ്. ആകെ കിട്ടുന്ന ഒരു എനർജി അതാണ്. പഠിക്കുമ്പോൾ നന്നായി എനർജി വേണം. അപ്പം ഈ അത്താഴം മുടക്കിയാൽ പിന്നെ നിങ്ങൾ എങ്ങനെ പഠിക്കും? അപ്പം അത്താഴം കഴിക്കുകയില്ല, നോമ്പെടുത്ത് പഠിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന കുറേ പേരുണ്ട്. അങ്ങനെ ചെയ്യരുത്. അത്താഴം എന്തായാലും മുടക്കാതെ കഴിക്കണം നിങ്ങൾ. അപ്പം കുറച്ച് പഠിക്കുമ്പോഴേക്കും നമുക്ക് ഉറക്കം വരും. അത്താഴം കഴിഞ്ഞ് നല്ലോണം ഭക്ഷണം കഴിച്ച് പഠിക്കല്ലേ. അപ്പം എന്നിട്ട് കിടന്നുറങ്ങുക. എന്നിട്ട് ഒരു ഉച്ചൻ്റെ അടുത്തോട്ടായിട്ട് എണീക്കുക. എന്നിട്ട് ബാക്കി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാൻ പറഞ്ഞില്ലേ മോക്ക് ടെസ്റ്റ് എഴുതണം 2 മണി തൊട്ട് 5 മണി വരെ, ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്താൽ മതി നോമ്പിന്. പിന്നെ ആ ഒരു വിൽ പവർ ഉണ്ടായാൽ മതി. എനിക്ക് നോമ്പുണ്ടല്ലോ അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ നമുക്ക് പിന്നെ പഠിക്കാൻ പറ്റാതിരിക്കുക ചെയ്യുക. അതൊന്നും ചിന്തിക്കാതെ നമുക്ക് എക്സാം അടുത്തിട്ടുണ്ട് അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. ഈ നോമ്പ് ഒരു സെക്കൻഡറി ആയിട്ടുള്ള കാര്യമായിട്ട് ചിന്തിക്കുക. ഇപ്പം തൽക്കാലത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ ദിവസമല്ലേ ഇനി എക്സാംസിനുള്ളൂ. അപ്പം അങ്ങനെ ചിന്തിച്ചിട്ട് പഠിച്ചാൽ മതി. ഇനിയിപ്പം നിങ്ങൾക്ക് അത്രയും പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് എന്താണ് എക്സാം ആണ് ഇപ്പോൾ അടുത്തിരിക്കുന്നത്, കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ 1 or 2 നോമ്പോ ഒക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഒഴിവാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡാണ്. നിങ്ങൾക്ക് പേഴ്സണലി അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഞാൻ അഡ്വക്കേറ്റ് ഒന്നും ചെയ്യുന്നില്ല, പക്ഷേ ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുറിക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് എടുത്ത് വീട്ടാലോ. അപ്പം അങ്ങനത്തെ ഒരു തിങ്കിങ്ങിൽ പഠിച്ചാൽ മതി. അതായത് എനിക്ക് നിർബന്ധമായിട്ട് എടുക്കണം നോമ്പ് അങ്ങനെയൊക്കെ ഇരുന്ന് പഠിച്ചാലാണ് പ്രശ്നം. നമ്മളത് നല്ല രീതിയിൽ കണ്ട് നോമ്പ് നല്ല രീതിയിൽ എടുത്ത് മുന്നോട്ട് പോയാൽ യാതൊരു പ്രശ്നവും ഇല്ല. നിങ്ങൾക്കൊക്കെ നന്നായിട്ട് നോമ്പ് എടുക്കാൻ പറ്റും. അപ്പം എല്ലാവർക്കും നല്ലൊരു നോമ്പ് ഞാൻ ആശംസിക്കുന്നു. ഇനി മുന്നോട്ടേക്ക് ഈ നോമ്പ് കാലത്ത് എല്ലാവർക്കും നന്നായി പഠിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.